കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ മന്ദഗതിയിൽ. വീണ്ടും മഴ പെയ്യുന്നതാണ് തിരിച്ചടിയായത്. പ്രദേശത്ത് നേരിയ മണ്ണിടിച്ചിലും ഉണ്ടായി. അതേസമയം കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി അപകട സ്ഥലത്തെത്തി. ഇതിനിടയിൽ ലോറി ഉടമ മനാഫിന് കർണാടക പോലീസിൻ്റെ മർദ്ദനമേറ്റു. മുൻ സൈനികൻ രഞ്ജിത്തിനെ കടത്തിവിടാൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു മർദ്ദനം. കൂടുതൽ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് KJ ശ്രീജിത്ത്, കോഴിക്കോട്ടെ അർജുൻ്റെ വസതിയിൽ നിന്ന് ദിസ്ന സുരേഷ് എന്നിവ ചേരുന്നു. ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ആദ്യം ശ്രീജിത്ത്, തിരച്ചിൽ പുനരാരംഭിച്ചോ? ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണ്, പക്ഷേ എങ്കിലും അർജുനെ കണ്ടെത്താനുള്ള ശ്രമം, ഊർജിതമായിട്ടുള്ള ശ്രമം തുടരുകയാണ്. എന്താണ് വിശദാംശങ്ങൾ ശ്രീജിത്ത്? അനിൽ നമ്പ്യാർ, തിരച്ചിലുമായി ബന്ധപ്പെട്ട് വലിയ പുരോഗതിയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ നമ്മെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഈ ലോറി ഉടമ മനാഫിനെ നിലവിൽ കർണാടക പോലീസ് മർദ്ദിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നിലവിൽ ദൃശ്യങ്ങളെല്ലാം ജനൻ TV ആദ്യം തന്നെ പുറത്തുവിട്ടിരുന്നു. എന്തായാലും മനാഫ് നമ്മളോടൊപ്പം ചേരുകയാണ്. മർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവരെ കൊണ്ടുവന്നല്ലോ, രഞ്ജിത്ത്, ഇവർ സ്പെഷ്യൽ ടീം വന്നല്ലോ, റെസ്ക്യൂ ടീം. ഈ റെസ്ക്യൂ ടീമിനെ കൊണ്ടുവന്നത് അവർക്ക് അത് ചോദിച്ചിട്ടാണ് അടിക്കുന്നത്. അടിൻ്റെ ഫുള്ള് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കണില്ലല്ലോ അങ്ങനെ അടിക്കും എന്നുള്ളത്. അടി കഴിഞ്ഞ് ലാസ്റ്റാണ് ബ്രദർ എടുക്കണത്. ഓൻ പതറിപ്പോയി, ആ ഒരു ടെൻഷനായിപ്പോയി. അടിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ. അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ ഇന്നൊരു ദിവസമാണ് നമ്മളെ ലാസ്റ്റ് ഹോപ്പുള്ളത്. ഇന്ന് എടുക്കാൻ ഇവരെ ഓൾറെഡി ട്രെയിൻ ലേറ്റായി, നമ്മൾ ആകെ ടെൻഷനിലാണ്. രഞ്ജിത്ത് സാറിന് എത്താൻ ഇത്രയും ടൈം എടുത്തു. രാവിലെ എത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. പക്ഷേ എത്തിയത് തന്നെ 2:30-3 മണി ആയിപ്പോയിക്കുന്നു. മൂപ്പർക്ക് അവിടെ പോയി അതിന് പോയി ആ മലേൻ്റെ മുകളിൽ കയറി അതൊന്ന് ഇതാക്കണമല്ലോ. അതിന് പോലും സഹകരണമില്ല. പിന്നെ ആരുടെ നേതൃത്വത്തിലാണ് ഈ മർദ്ദനം? SP-യും പിന്നെ അവിടെയുള്ള കുറച്ച് പോലീസുകാരുണ്ട്. ഞാൻ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. SP ആണ് ഒന്ന് ആദ്യം അടിക്കുന്നത്. ഞാൻ തന്നെ ഇതായിപ്പോയി, ഷോക്കായിപ്പോയി. ഇവരെ മാനസിക സ്ഥിതി എന്താണെന്നുള്ളതാണ് അത്ഭുതം തോന്നുന്നത്. നമ്മൾ ഇത്ര പ്രയാസത്തിൽ നിൽക്കുകയാണ്. നിങ്ങളെന്നെ കാണുന്നുണ്ട്, നമ്മളൊക്കെ മയും ഇതും കൊണ്ട് ഇവിടെ നിൽക്കുകയാണ് ഒരാളെ ജീവന് കഴിച്ചിലാക്കാൻ വേണ്ടിയിട്ട്. ആ ടൈമിന് ഇങ്ങനെ അടിക്കുന്നതും, പിന്നെ അടിക്കുന്നതിനെക്കാട്ടി അത്ഭുതം എന്താ പറഞ്ഞാൽ, ഈ രഞ്ജിത്ത് സാറിനോട് ചോദിക്കുകയാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ. നമുക്കറിയണമല്ലോ നിങ്ങൾ ഇതാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. ഞാൻ പറഞ്ഞു, കല്യാണത്തിനൊന്നല്ലല്ലോ വന്നത്, കല്യാണ കുറിയും കൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ചിട്ട് ആള് തയ്യാറാണ്. അവിടുത്തെ പരിശോധന എങ്ങനെയാണ് നടക്കുന്നത്? പരിശോധന ഒന്നും പറയേണ്ട ആവശ്യമില്ല. പരിശോധന നല്ലതുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ആളെ കിട്ടും. പരിശോധന വളരെ, കാരണം നിങ്ങൾ കണ്ടല്ലോ, മണ്ണ് അത്രയും ഹൈറ്റിൽ ഇടിഞ്ഞെങ്കിലും ആ മണ്ണ് റോട്ടുമല്ലില്ല, ആ മണ്ണ് പുഴയിലേക്ക് പോയിക്കുന്നു. ഈ മർദ്ദനമേറ്റ കാര്യം ഇപ്പോൾ ഈ കേരള സർക്കാരിന് ഉൾപ്പെടെയുള്ള അധികൃതരെ അറിയിച്ചിട്ടുണ്ടോ? കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് കർണാടക സംസാരിക്കും. പഠിച്ചതൊക്കെ കർണാടകയിലായതുകൊണ്ട് ഞാൻ കർണാടക കർണാടകത്തിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ മന്ദഗതിയിലാണ് നടക്കുന്നത് എന്ന ആക്ഷേപം ഉയരുകയാണ്. വീണ്ടും മഴ പെയ്യുന്നതാണ് തിരിച്ചടിയായിരിക്കുന്നത്. പക്ഷേ എങ്കിലും ശാസ്ത്രീയമായുള്ള പരിശോധന നടക്കുന്നില്ല എന്ന പരാതി കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രദേശത്ത് നേരിയ മണ്ണിടിച്ചിൽ ഉണ്ടായി. കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി അപകട സ്ഥലത്തെത്തി. പക്ഷേ അതിനിടയിൽ ലോറി ഉടമ മനാഫിനെ കർണാടക പോലീസ് മർദ്ദിച്ചു. മനാഫ് ജനൻ TVയോട് സംസാരിക്കുകയായിരുന്നു. മുൻ സൈനികൻ രഞ്ജിത്തിനെ കടത്തിവിടാൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു മർദ്ദനമുണ്ടായത് എന്ന് മനാഫ് പറയുന്നു. കുടുംബം കേന്ദ്രസേനയുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്. എന്തായാലും കാത്തിരിപ്പ് തുടരുകയാണ്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും തിരച്ചിൽ
മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കുറെ കൂടി ശാസ്ത്രീയമായ പരിശോധന വേണം എന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. എന്തായാലും കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. വീണ്ടും ഞാൻ ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, ഒരാളുടെ ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് വളരെ ഊർജിതമായിട്ട് നടക്കുന്നു. അപ്പോഴാണ് കർണാടക പോലീസ് വെറും സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങൾ പറഞ്ഞ് ലോറി ഉടമയെ മർദ്ദിക്കുന്നത്. അദ്ദേഹത്തിന് കന്നഡ കൃത്യമായിട്ട് അറിയാം. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും കർണാടക പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടാവാൻ പാടില്ല. ശ്രീജിത്ത്, കേൾക്കാമോ? കേൾക്കാം. യെസ്. ഇപ്പോൾ ഈ മനാഫിന് മർദ്ദനം ഏറ്റത് മനാഫ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? അത് ഒരു ശരിയായ രീതിയല്ലല്ലോ. കാരണം അർജുൻ്റെ കുടുംബം ഇപ്പോഴും കാത്തിരിപ്പിലാണ്. എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു സന്ദേശം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ, മനാഫ് പറഞ്ഞതുപോലെ, ഇന്നാണ് അവസാനത്തെ ഒരു ദിവസം. അതായത് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ദിവസം. ഇന്ന് കഴിഞ്ഞാൽ ഇനി വലിയ പ്രതീക്ഷ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിർണായകമാണ്. ആ നിർണായക ദിവസത്തിലാണ് ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് ലോറി ഉടമ മനാഫിന് മർദ്ദനം ഏൽക്കുന്നത്. ഈ പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ ശ്രീജിത്ത്? അനിൽ നമ്പ്യാർ, ഇത് അല്പം മുൻപായിരുന്നു ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത്. ഇതുമായി ബന്ധപ്പെട്ട് മർദ്ദനം നടന്നിരിക്കുന്നത്. എന്തായാലും ആദ്യമായി ഈ ജനൻ TV ആണ് ഈ ദൃശ്യങ്ങൾ ആദ്യമായി പുറത്തുവിടുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ ആയിരിക്കും ചിലപ്പോൾ ചർച്ചയാകുകയും അതിനുശേഷമായിരിക്കും ഇതിൽ നടപടി ഉണ്ടാകാൻ സാധ്യതയുള്ളത്. മറിച്ച് ഇതിലോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ബന്ധുക്കളെ ഉൾപ്പെടെ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഈ കർണാടക സർക്കാരിന്റെ അവരോട് ഇത്തരത്തിൽ തങ്ങളുടെ അഭിപ്രായം പറയാൻ എന്തായാലും സർക്കാർ മുഖാന്തരം ഒരു വ്യക്തി പോലും ഈ ഭാഗത്തില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ ബന്ധുക്കൾ തന്നെ നേരിട്ട് ഇത്തരത്തിൽ കളക്ടറോടും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരോടും പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അത് എന്തായാലും ഈ കർണാടക സ്വദേശികൾക്ക് താല്പര്യമുള്ള കാര്യമല്ല. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം ഈ 5 ദിവസമായി ഈ സ്ഥലത്ത് ഒരു MLA അതോടൊപ്പം തന്നെ മന്ത്രിയോ മറ്റാരും കേരളത്തിന്റെ ഭാഗത്തു നിന്നും കടന്നു വന്നിട്ടില്ല. അത്തരം മന്ത്രിയുടെ MLAയുടെ നേതൃത്വത്തിലാണ് ആ പ്രദേശത്ത് രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. മറിച്ച് ഇവരുടെ ഭാഗത്തു നിന്നും ഈ സ്വന്തം കൂട്ടുകാരനും അതോടൊപ്പം തന്നെ അനിയനും ബന്ധുവും എല്ലാം നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് അവരുടെ ഭാഗത്തു നിന്നും വികാരപ്രകടനങ്ങൾ ഉണ്ടാകാം. അത്തരത്തിൽ എന്തെങ്കിലും വികാരപ്രകടനം ഉണ്ടായതിന്റെ ഫലമായിരിക്കും ഇത്തരം പ്രശ്നമുണ്ടായത്. പക്ഷേ ഇത് പരിഹരിക്കാമായിരുന്നു. അത് കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥനോ അതോടൊപ്പം ഉള്ളവരോ ഈ സ്ഥലത്ത് എത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഈ ഭാഗത്തേക്ക് തന്നെ ഒരു തിരിഞ്ഞു നോക്കാത്തൊരു അവസ്ഥയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പരിശോധന മന്ദഗതിയിലാണ്. അല്പസമയം മുമ്പ് വലിയ മഴ പെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കുമാരസ്വാമി കേന്ദ്രമന്ത്രി ഈ പ്രദേശത്ത് എത്തിയപ്പോഴും ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായി. അതിനാൽ തന്നെ ചെറിയ രീതിയിലേക്ക് മന്ദഗതിയിലേക്ക് എന്തായാലും ഈ പരിശോധന മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെയാണ് മുൻ സൈനികനും അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സമാനമായ വെള്ളപ്പൊക്കവും. ശ്രീജിത്ത്, ഒരു കാര്യം അറിയേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത് ആരാണ്? പോലീസിൻ്റെ നേതൃത്വത്തിലാണോ തിരച്ചിൽ നടത്തുന്നത്? അല്ലെങ്കിൽ ഈ തിരച്ചിലിന് പറ്റിയ അല്ലെങ്കിൽ അതിൽ പ്രാഗൽഭ്യം ഉള്ള ആളുകളാണോ ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ എന്തായാലും കുടുംബം കേന്ദ്ര സേനയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ കുമാരസ്വാമിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സേനയുടെ ഇടപെടലുണ്ടാകും എന്ന തരത്തിലുള്ള പ്രതികരണം വല്ലതും ലഭ്യമായിട്ടുണ്ടോ? എന്തായാലും അത്തരത്തിലൊരു പ്രതികരണം നടത്താൻ കുമാരസ്വാമി തയ്യാറായിട്ടില്ല. കുമാരസ്വാമി ഈ സ്ഥലത്തെത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത്തരത്തിലായിരുന്നു: ഒരു സൈന്യത്തിന്റെ ആവശ്യകത ഇവിടെയില്ല, ഇവിടെ
NDRFന്റെ നേതൃത്വത്തിൽ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. അതിനാൽ തന്നെ സൈന്യത്തിന്റെ ആവശ്യം നിലവിലില്ലെന്നായിരുന്നു അല്പസമയം മുമ്പ് കുമാരസ്വാമി ഇവിടെ എത്തി പ്രതികരിച്ചത്. എന്തായാലും പക്ഷേ കുടുംബം ഈ പലതവണ ആവശ്യപ്പെടുകയാണ് സൈനികർ ഇവിടെ എത്തുക, സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വേഗത്തിൽ തന്നെ അർജുനെ രക്ഷപ്പെടുത്തുക എന്ന ആവശ്യം പലതവണ ഉന്നയിച്ചിരുന്നു. ഇന്ന് രാവിലെയും പലതവണ ഈ ജിതിൻ, അർജുന്റെ ബന്ധുവായ ജിതിൻ 3 ദിവസമായി ഈ സ്ഥലത്ത് തന്നെയുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെയും ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതെന്തായാലും പരിഗണിക്കാൻ കർണാടക സർക്കാരും തയ്യാറായിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള കർണാടകയിലെ തന്നെ ഈ ദൗത്യസേനയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. പക്ഷേ ഈ പ്രദേശത്തെ റഡാർ ഉപയോഗിച്ച് പോലും ഇന്ന് 10 മണി മുതൽ തന്നെ ഒരു പരിശോധന നടത്തിയിരുന്നു. പക്ഷെ അതിലൊന്നും ഈ ലോറി അടക്കമുള്ളവ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രത്തോളം മണ്ണ് ഈ പ്രദേശത്തേക്ക് ഈ പ്രദേശത്ത് വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ പാറക്കെട്ടുകളെല്ലാം ഈ റോഡിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. അത് നാം കണ്ണുകൊണ്ട് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ പാറക്കല്ലുകളാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് റോഡിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഒരു വലിയ ദുരന്തമാണ് നിലവിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അർജുന് വേണ്ടി സംസാരിക്കാൻ നിലവിൽ കേരളത്തിന്റെ ഭാഗത്ത് നിന്നും ആകെയുള്ളത് DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു 4 അംഗ സംഘം മാത്രമാണ്. അവർ പലതവണയും ഈ സ്ഥലത്ത് നിന്നും മാറി നിൽക്കും. അതായത് മനസ്സിലാക്കേണ്ടത് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അതായത് കർണാടക സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു സമയമാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള MP-മാരുണ്ട്, കോൺഗ്രസിൻ്റെ MP-മാർ 15ഓളം MP-മാരുണ്ട്. പക്ഷേ അവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർ കൃത്യമായിട്ട് ഇടപെടുന്നില്ല. കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതാണ്. പക്ഷേ നോക്കൂ, ഈ കേന്ദ്രസേനയുടെ സഹായം പോലും ആവശ്യമില്ല. NDRF മാത്രം മുന്നോട്ട് പോയാൽ മതി എന്ന രീതിയിലുള്ളൊരു സമീപനം എടുക്കുന്നു. ഈ തെരച്ചിൽ വിഫലമാകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരത്തിലാണ്. കാരണം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 15-ലധികം MLA-മാരുണ്ട്. അതിൽ ഒന്ന് കോഴിക്കോട് നിന്നുള്ള കോൺഗ്രസ് MLA ആണ്. അത് അർജുന്റെ വീടിരിക്കുന്ന സ്ഥലമാണ്. ആ MLA പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ മന്ത്രിമാരുണ്ട്. അവർക്ക് ഇവിടെ എത്താമായിരുന്നു. കാരണം ഈ കേരളത്തിൽ നിന്നും 250 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ സ്ഥലത്ത് എത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അവരൊന്നും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടെ നിലവിലുള്ളത് ഈ അർജുന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ലോറി ഉടമയെല്ലാമാണ്. അവർ നിരന്തരം ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ അതിവേഗത്തിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പോൾ തന്നെ 5 ദിവസമാകുന്നു. അത്തരത്തിൽ നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ ഫലമായാണ് അല്പസമയം മുമ്പ് നമ്മൾ ആദ്യമായി പുറത്തുവിട്ട ആ മർദ്ദനം ഉണ്ടാകുന്നത്. എന്തായാലും അത്തരത്തിൽ ഈ തങ്ങളുടെ ഒരു സഹോദരന് വേണ്ടി ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ എന്തായാലും കർണാടകയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മർദ്ദനമാണ്. യെസ്, കർണാടകത്തിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ മന്ദഗതിയിൽ. വീണ്ടും മഴ പെയ്യുന്നതാണ് തിരിച്ചടിയായിരിക്കുന്നത്. പ്രദേശത്ത് നേരിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി അപകട സ്ഥലത്തെത്തി. ഇതിനിടയിൽ ലോറി ഉടമ മനാഫിന് കർണാടക പോലീസിൻ്റെ മർദ്ദനമേറ്റിരിക്കുന്നു. മുൻ സൈനികൻ രഞ്ജിത്തിനെ കടത്തിവിടാൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു കർണാടക പോലീസിൻ്റെ മർദ്ദനം. ഷിരൂരിൽ നിന്ന് KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.